ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ തിങ്കളാഴ്ചത്തെ വിശേഷമല്ല കേട്ടോ, ഞായറാഴ്ചയിലത്തെ വിശേഷം തന്നെയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞല്ലോ, കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെസ്റ്റോയിൽ പോയിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ പറയാമെന്നുള്ളത്. അപ്പോൾ ഞാൻ പോയി വാങ്ങിയ സാധനങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. ഇത് നമ്മുടെ മറ്റേ ഡേറ്റ്സ് ആണ്. എനിക്ക് ലയൺ ഡേറ്റ്സ് എന്നേ വരുള്ളൂ, ഡേറ്റ്സ് ആണ് കേട്ടോ. ഇപ്പം അത്യാവശ്യം സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോന്ന് എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് ഇന്നൊക്കെയായപ്പോഴേക്കും ശരിക്കും ഓർമ്മ പോയി കറക്റ്റായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും 2 ദിവസം മുമ്പ് ഞാനും ഡിവൈനും ഡിമ്പിളും കൂടി പോയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ സാധനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ സ്ഥിരം പോകുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള കുട്ടികൾ പറഞ്ഞു, ആൻറ്റി സൺഡേ സുനാമി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വെക്കുന്നുണ്ട്, അതുകൊണ്ട് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി എന്ന്. അപ്പോൾ ഞങ്ങൾ എന്തോ അത്യാവശ്യമുള്ള 1-2 സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. അധിക ഭാഗം കഴിക്കാനുള്ള സാധനങ്ങളാണ് വാങ്ങി, എന്തായാലും പോയതല്ലേ എന്ന് വെച്ചിട്ട് വാങ്ങിയത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇന്നേക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, സൺഡേയിലേക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് റസ്ക്കാണ്, ഇത് നട്ട്സൊക്കെ ഇട്ടിട്ടുള്ള റസ്ക്കാണ് കേട്ടോ. നല്ല ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഇത് കേക്ക് ടോസ്റ്റ് കണ്ടോ, അതായത് കേക്ക് ബേക്ക് ചെയ്തെടുത്തേക്കണം, അല്ല റസ്ക് കേക്കിൻ്റെ പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ളത്. ഇത് ഡോനട്ട്, ഇതിവിടെ പാച്ചുവിൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ പാച്ചു ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഇതൊക്കെ ഫ്രിഡ്ജിലേക്ക് കയറ്റി. അതുകൊണ്ട് ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെയായിരിക്കണേന്ന് ഒരു പിടുത്തമുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഞങ്ങൾക്ക് 4 ആൾക്കും കൂടിയിട്ട് വൈകിട്ട് കഴിക്കാനുണ്ടായിരുന്നു. ഈ 3 സോപ്പ് ഭയങ്കര വില കുറവായിരുന്നു. എനിക്ക് എത്രയാണെന്നുള്ളത് എൻ്റെ ഓർമ്മയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലെ ഞാൻ വീഡിയോസ് എടുത്തപ്പോൾ അതിലിങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോൾ അതിൻ്റെ വിലകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല എന്നാലും. അപ്പോൾ ഇത് മാഗി നൂഡിൽസ്, ഡിവൈനും തോമും ഇത് മാത്രം കഴിക്കുക. അപ്പോൾ ഇത് എപ്പോഴും നമ്മളുടെ ഇവിടെ സ്റ്റോക്കാണ്. ഇത് ഹാൻഡ് വാഷ്, ഇതൊക്കെ ഞാൻ എടുക്കുമ്പോഴാണ് അവർ പറഞ്ഞത് ആൻറ്റി ഇപ്പോൾ എടുക്കണ്ട, ഞായറാഴ്ച സംഭവം ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ വെള്ളിയാഴ്ച ആണല്ലോ പോയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്ന് എടുക്കാണ്ട് ഇന്ന് എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര വില കുറവിൽ കിട്ടിയിട്ടോ. ഇത് ചപ്പാത്തി 10+2 12 ചപ്പാത്തിയാണ്. അതും ഭയങ്കര ഇതിലാണ്. അപ്പോൾ ഞാനതുപോലെ ഒരു പാക്കറ്റ് മാവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര വിലയിൽ ഭയങ്കര വ്യത്യാസം. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇവിടെ കുതിർത്തി അരയ്ക്കണ്ടല്ലോ, എന്തായാലും ആ വിലയ്ക്ക് കിട്ടുന്ന നിലയ്ക്ക് നമുക്ക് അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ചെറുപയർ, പറയാറില്ലേ ഞാൻ സാധാരണ ഞാൻ മുളപ്പിച്ചിട്ടാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഇപ്പം മടിയാന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ അവിടെ കണ്ടപ്പോൾ ഞാൻ തൽക്കാലം അതെടുത്തു. ഇത് നമ്മുടെ ഷമാം സ്വീറ്റ് മെലൻ എന്ന് പറയും, മറ്റേ സംഭവമാണ്, പേര് കിട്ടണില്ല എനിക്ക്, ഷമാം എന്നും പറയും. അപ്പോൾ അതാണ്. അപ്പോൾ അത് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എടുത്തപ്പോൾ അതിൻ്റെ തൊലിക്ക് ഭയങ്കര കട്ടിയാണ്, ഉള്ളിൽ നിറച്ച് കുരുക. അപ്പോൾ അവൻ പറഞ്ഞു അതിനേക്കാളും നല്ലത് മമ്മി സ്ലൈസ് ചെയ്തത് എടുത്താൽ മതി, അതാകുമ്പോൾ വേസ്റ്റ് ഒന്നും പോവില്ല. അങ്ങനെ അവൻ പറഞ്ഞ പ്രകാരം അത് എടുത്തത് കേട്ടോ. ഇത് നമ്മുടെ ചാക്കോച്ചിനുള്ള പനങ്കൽക്കണ്ടാണ്, ഫസ്റ്റ് ക്വാളിറ്റി പനങ്കൽക്കണ്ടാണ് കേട്ടോ. ഇത് സംഭവം സാധാരണ വിട്ട് ഇത്തിരി വില കൂടുതലാണ്, പക്ഷേ ഏറ്റവും നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ്. ഒരു അഴുക്കോ ഒന്നുമില്ലാണ്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഏറ്റവും നല്ല സാധനങ്ങളാണ് കുഞ്ഞുണ്ണികൾക്ക് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ പിന്നെ എന്തും ആവാമല്ലോ. അപ്പോൾ അത് നോക്കാമായിരുന്നു, ഭയങ്കര വില വ്യത്യാസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നോക്കാമായിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ ബെസ്റ്റിൽ നിന്നാണ് വാങ്ങിക്കാറ്. അപ്പോൾ ഇത് ഈ മറ്റേ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലാണ്. അങ്ങനെ ഞാൻ സ്ഥിരം വാങ്ങിക്കുന്ന അമൂലിൻ്റെ നമ്മളുടെ മറ്റെന്താ പറയുക ഫ്രഞ്ച് ഫ്രൈസാണ് വാങ്ങിച്ചത്. അപ്പോൾ സാധാരണ നിങ്ങൾ വിചാരിക്കും ഫ്രഞ്ച് ഫ്രൈസ് എല്ലായ്പ്പോഴും വറുത്ത് കഴിക്കാനുള്ളതാണെന്നോ, അല്ല. അതുകൊണ്ട് തന്നെ പലതും ഉണ്ടാക്കാനുള്ള സംഭവമുണ്ട്, ലോഡഡ് ഫ്രൈസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പലതും നമുക്കതുകൊണ്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്രയും വലിയ പാക്കറ്റ് വാങ്ങിയത്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ 2 പാക്കറ്റ് വാങ്ങിക്കണ കാശാണ് ഈ 2.5 കിലോന് വരുന്നത്. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഈ ചെറുത് വാങ്ങിക്കണേക്കാളും നല്ലത് വലിയത് വാങ്ങിക്കണതല്ലേ. പിന്നെ ഫ്രോസൺ ആണ്, എത്ര നാൾ വേണമെങ്കിൽ ഇരിക്കും. ഇതിപ്പോൾ ഞാൻ ഇറച്ചി അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. 100 രൂപ അങ്ങോട്ട് കിലോനുമ്പോൾ വ്യത്യാസം ഉണ്ടായിരുന്നു. നല്ല ഇറച്ചിയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഇന്നലെ കണ്ടില്ലേ മാർക്കറ്റിൽ പോയത്. അപ്പോൾ അതിൽ നിന്ന് നെഞ്ചടി എന്ന് പറയും, അതായത് എല്ലുള്ളത് കൊള്ളിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യൽ പറഞ്ഞതാണ്. ഇത് നമ്മുടെ ബാദുഷ 3 എണ്ണം 20 രൂപയായുള്ളൂ കണ്ടോ. ഇത് ഫ്രൂട്ട് സലാഡ്, ഇത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്, ഞാനത് മറന്നിരിക്കുക എടുക്കാനായിട്ട് കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്നൊക്കെ ഒതുക്കി വെച്ചു. അപ്പോൾ ഡിവൈൻ ഇന്നലെ കുട്ടികളുടെ വാശിയും പിന്നെ ഇത്തിരി ഡിവൈന് വയ്യ. അപ്പോൾ അതുകൊണ്ട് ഡിവൈൻ അപ്പം തന്നെ മുകളിൽ കയറിയപ്പോൾ ഞാനാണിത് മുഴുവൻ ചെയ്തത്. അപ്പോൾ എനിക്ക് സ്ഥലം വേഗം ഒഴിവാക്കുക എന്നുള്ള ഒറ്റ ചിന്തയിൽ ഞാൻ ഒക്കെ ഒതുക്കി വെച്ചു. അപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ വെച്ചു എന്നുള്ളത് ഇനിയിപ്പോൾ ഇത് കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഓർമ്മ വരും. പക്ഷേ സാധനം ഓർമ്മ വരും, ഫ്രിഡ്ജിൻ്റെ ഒരു തട്ടിൽ തന്നെയാണ് കേട്ടോ. എന്നാലും ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാണേ. അപ്പോൾ ഇത് പാറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സെയിം നഗറ്റ്സിന് പകരം ഇതാണ് വാങ്ങിയത്. അപ്പോൾ ഇടയ്ക്ക് ബ്രെഡിൽ വെച്ചിട്ട് കുട്ടികൾക്ക് കഴിക്കുകയും ചെയ്യാം. ഫുൾ ചിക്കൻ ഫില്ലിങ്സ് ആണ് കേട്ടോ. നല്ല സംഭവമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരെണ്ണം ഞാൻ വറുത്ത് ഞാനും ഡാഡിയും കഴിച്ച് നോക്കിയപ്പോൾ ഓക്കെ എന്ന് തോന്നിയപ്പോൾ ഞാൻ പിറ്റേ ദിവസം
നഗറ്റ്സിന് പകരം ഇതാണ് വാങ്ങിയത്. കൊള്ളായിരുന്നു, നല്ലതാണ്. അത്യാവശ്യം എന്തെങ്കിലും പറയാം, എന്താ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സംഭവം കഴിക്കണമെങ്കിൽ നല്ലതാണ് അത്. ഞാൻ സാധാരണ അത് ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ വാങ്ങി, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും വിചാരം നമ്മൾ ഫുൾ ടൈം പുറത്തത്തെ ഭക്ഷണമാണെന്ന്. അല്ല, ഇതിൽ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന സംഭവങ്ങളുണ്ട്. പക്ഷേ ഉണ്ടാക്കുന്നത് കാണിക്കാനുള്ള ഒരു സൗകര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഇതൊന്നുമല്ല, ഇതൊക്കെ വാങ്ങിയത് തന്നെയാണ് കേട്ടോ. അല്ല, ഞാൻ മൊത്തത്തിൽ പറഞ്ഞത്. ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ആയാലും ചില സമയത്ത് നമ്മൾ എന്ത് സാധനം നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്ന് മനസ്സുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ ഒന്ന് അടിച്ച് നോക്കി കഴിഞ്ഞാൽ ആ സാധനം നമ്മുടെ മുമ്പിൽ കിടക്കും. നമ്മൾ ഈ പണിയെടുക്കാണ്ട് വെറുതെ അപ്പുറത്തും ഇപ്പുറത്തും നോക്കിയിരിക്കണതിലും ഭേദം നമ്മളിതൊക്കെ ചെയ്ത്. ഇതിപ്പോൾ സൂപ്പ് ഇതിൻ്റെ ഇടയിൽ ഞാൻ വെച്ചതാണ്. ഞാൻ പറഞ്ഞില്ലേ സൂപ്പിൻ്റെ ഇറച്ചി വാങ്ങിച്ചിട്ടായിരുന്നല്ലേ. അപ്പോൾ അത് വേവിച്ചിട്ട് അതിൻ്റെ ഇറച്ചി ഞാനെടുത്ത് വെറുതെ കുരുമുളകും ജീരകവും ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തു. ഡോണിനും എനിക്കുമാണ് ഇത് ഇഷ്ടമുള്ള ആൾക്കാരായിട്ട്. അപ്പോൾ സൂപ്പ് മാറ്റി വെച്ചു. അതിൻ്റെ ഇറച്ചി ഇതാ ഇങ്ങനെ ആക്കി വയ്ക്കുമ്പോൾ അത് അങ്ങോട്ട് ചെല്ലുമല്ലോ. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഡോൺ തന്നെ ഇങ്ങനെ പെറുക്കി തിന്നെ ചെയ്ത്. ഞങ്ങളങ്ങനെ ചെയ്യുക, സൂപ്പിൻ്റെ ഇറച്ചി അങ്ങനെ ചെയ്യാം. അപ്പോൾ അതും രാത്രിയിൽ ഞങ്ങൾ വെറുതെ കഴിക്കാനായിട്ട് എടുത്തു. അപ്പോൾ സൂപ്പ് ഞാൻ കാച്ചി ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്ന സമയത്താണ് ഉള്ളി കാച്ചുക. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഉച്ചകാലത്തെ കൊണ്ടുവന്നത് അങ്ങനെ തന്നെ നമ്മൾ കാര്യമായിട്ട് ഉച്ചകാലത്തെ അല്ല കേട്ടോ, സോറി, ഉച്ചക്കലത്തേക്ക് വാങ്ങിയത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, തെറ്റിപ്പോയതാണ്. എനിക്ക് ഇന്നലെ ഇത് കാണിച്ചോന്ന് ഇപ്പോൾ എനിക്കൊരു സംശയം. എന്തിട്ടെങ്കിലും ആവട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇന്നലത്തെയും 2 ദിവസത്തെ വീഡിയോ കൂടി ഒന്നിച്ചിടാൻ വേണ്ടിയിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഏതാണ് ഇന്നലെ ഇട്ടത് ഏതാണ് ഇന്നെടുത്തത് എന്നുള്ളത് ഒരു പിടുത്തമില്ലാണ്ടായി എനിക്ക്. പക്ഷേ സാരില്ല, നിങ്ങൾക്ക് എന്തായാലും ഈ സാധനങ്ങളായതുകൊണ്ട് ബോറടിക്കില്ല എന്ന് ഒരു വിശ്വാസമുണ്ട്. അങ്ങനെ ഉച്ചയിലത്തെ ഊണൊക്കെ കഴിഞ്ഞപ്പോൾ ഡോണും ഡിവൈനും കുട്ടികളും കൂടിയിട്ട് ജിജോൻ്റെ വീട്ടിലേക്ക് പോയി. അതായത് ഡോണിൻ്റെ 5 പേരിൽ ഒരാളുടെ പേരാണ് ജിജോ. അപ്പോൾ ജിജോൻ്റെ അവിടേക്ക് പോയി. അപ്പോൾ അവർ പോയതിൻ്റെ പിന്നാലെ ഞാൻ ആ ഗേറ്റ് ലോക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് അപ്പോൾ ഇത്തിരി ശാന്തത, മഴയ്ക്ക് കുറവുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ മണി പ്ലാന്റ് വല്ലപ്പോഴാണ് എനിക്കിങ്ങനെ മുറ്റത്തൊക്കെ നിന്നിങ്ങനെ നോക്കാനുള്ള നേരം കിട്ടുക. അപ്പോൾ ഡാഡി ഓൾറെഡി ഉറങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു കത്രിക എടുത്ത് കൊണ്ടുവന്ന് മോശമായ ഇലകളൊക്കെ വെട്ടിക്കളഞ്ഞ് എന്തെങ്കിലും നമ്മളുടെ കൈയൊന്ന് എപ്പോഴും നമ്മൾ പറയില്ലേ, ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കും നമ്മൾ മുടിയൊക്കെ ഇരുമ്പോൾ ആരെങ്കിലും ഒന്ന് തലയിലൊന്ന് കെട്ടിത്തരിക ഒക്കെ ചെയ്താൽ ഞാൻ നമുക്കൊരു സന്തോഷം. ഇവിടെ ഡിവൈൻ എനിക്ക് എണ്ണയിട്ട് തരും, ഡിംപിൾ എണ്ണയിട്ട് തരും. അപ്പോൾ അതൊരു സുഖമാണ്. അതുപോലെ ഈ ചെടികൾക്കും ഉണ്ടാവും നമ്മളുടെ ഒരു സ്പർശന ഏൽക്കണം എന്നുള്ളൊരു സന്തോഷം അവർക്കും ഉണ്ടാവും. നമ്മൾ പറയില്ലേ മരത്തിനോടൊക്കെ ഇടയ്ക്ക് സംസാരിക്കണം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇവരോട് സംസാരിച്ചില്ലെങ്കിൽ പോലും ഇവരുടെ അടുത്ത് പോയിട്ട് ഈ ഇലകൾ, അപ്പോൾ നമ്മൾ ഈ ഇല ഇങ്ങനെ വാടി നിൽക്കണം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം എവിടെയോ എന്തോ വിട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങനെ വെച്ചിട്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പത്തേലും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിങ്ങനെ തിരിച്ച് വരുമ്പോഴാണ് ഞാൻ കണ്ടത് ഒരു വശത്ത് കംപ്ലീറ്റ് വേരിങ്ങനെ ഉണങ്ങിയിരിക്കണം. അപ്പോൾ പിന്നെ നമ്മളവിടെ വെച്ച് കഴിഞ്ഞാൽ രക്തോട്ടം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ വെള്ളം അതിൽ കയറില്ല, അങ്ങനെ ഉണങ്ങിപ്പോവും. അപ്പോൾ ഇതാണ് കണ്ടോ സംഭവം. അപ്പോൾ കണ്ടോ ഇവിടെ വെച്ചിട്ട് ഇത് ഉണങ്ങിപ്പോയി. ഇനിയിപ്പോൾ നമ്മൾ എത്ര വെച്ചാലും വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഉണങ്ങിപ്പോവുള്ളൂ. അപ്പോൾ അതങ്ങോട്ട് വെട്ടിയെടുക്കണം. അപ്പോൾ അത് വെട്ടി എടുക്കണോട് കൂടിയിട്ട് വലിയ മഴ അങ്ങോട്ട് പെയ്തു. അപ്പോൾ അതുവരെ കുറച്ചൊരു സമാധാനം ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞോട് കൂടിയിട്ട് മഴ പെയ്തു. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തുള്ളതൊക്കെ എനിക്ക് വെട്ടാറായിട്ടുണ്ടായിരുന്നു. പക്ഷേ മഴ ചതിച്ചു. അപ്പോൾ കുറച്ച് നേരം ഞാൻ അവിടെ നിന്നതിന് ശേഷം ഞാൻ ഇപ്പുറത്തെ വശത്തേക്ക് പോകാൻ നോക്കിയപ്പോൾ അവിടേക്കും എനിക്ക് എന്താ പറയുക, വലിയ മഴയായിരുന്നു. ഭയങ്കര ഇങ്ങനെ ശീതലടിച്ചിട്ടുള്ള മഴ എന്ന് പറയില്ലേ. പക്ഷേ ഇപ്പോഴാന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് പേടിയായി. ഈ ഡ്രസ്സിൻ്റെ മുകളിലേക്കൊക്കെ പടപടാന്നുള്ള വെള്ളം വീണ ഒച്ച കേൾക്കുമ്പോൾ എന്തോ ഒരു പേടിയാണ്. കാരണം ഇപ്പോഴത്തെ മഴ എന്ന് പറയുമ്പോൾ മഴയുടെ മാത്രമല്ലല്ലോ, ഓരോ പ്രശ്നം കണ്ടോ, ഇത് കണ്ടോ ഉണങ്ങിയിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളെ ഇടയിൽ നിന്ന് ഇപ്പം നിങ്ങൾ കുറേ പേര് എന്നോട് പറയും ഞങ്ങളുടെ ഇത് വാടി നിൽക്കണമെന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ തുടക്കവും ഒടുക്കവും എത്രേൻ്റെ മുമ്പ് എവിടെയെങ്കിലും ഒരു ചതവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് അതിൻ്റെ വളർച്ച മുരടിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളത് വെട്ടിയിട്ട് വേണം രണ്ടാമതത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ആ വെട്ടിയ പീസുകൾ ഒരു കുപ്പിയിലിടെ വെള്ളത്തിലിട്ട് വയ്ക്കുക ചെയ്താൽ മതി. ഞാനിത് കാണിച്ചു തരാം. ഞാൻ ഇത് കഴിയുമ്പോൾ ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഈ മഴ എന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയാണ്. ഈ പടപടാന്ന് ഡ്രസ്സുമ്മ വെള്ളം വീഴുമ്പോൾ ഞാൻ മുമ്പ് നമ്മുടെ പട്ടികളോട് കിയോടൊക്കെ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് എന്തിനാ പേടി, വെള്ളം ഡ്രസ്സിൻ്റെ മുകളിലല്ലേ വീഴണേ. ആ ഒച്ച കേൾക്കുമ്പോൾ ഇവർ 3 ആൾക്കും ഭയങ്കര പേടി. പ്രത്യേകിച്ച് കിയ ഓടി വരുമ്പോൾ അതിൻ്റെ അവിടേക്ക് തുറക്കുമെന്ന് പറയണ പോലെ കേട്ടോ. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി. കാരണം ഇപ്പം നമ്മൾ അർജുൻ്റെ വിശേഷവും ഓരോ സ്ഥലങ്ങളിലൊക്കെ അലക്കെടുതിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ
നമുക്ക് മനസ്സിലാവും ഏതിപ്പോൾ ഞങ്ങളിന്ന് പറയായിരുന്നു ഏത് നിമിഷമാണ് ഏത് സമയത്താണ് നമ്മൾക്കൊരു അപകടം വരിക എന്ന് പറയാൻ പറ്റാത്ത ഒരു സമയമാണിപ്പോൾ. കാരണം നമ്മളെത്ര സൂക്ഷിച്ചാലും എന്താ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒലിച്ചു പോകാന്ന് പറയില്ലേ, എന്നിട്ടും അതൊന്നും എനിക്ക് എന്താ പറയുക കുറേ ദിവസത്തേക്ക് നമുക്കത് മാത്രമായിരുന്നു നമ്മളുടെ വീട്ടിൽ ചർച്ച. അപ്പോൾ ഇന്നും ഞാൻ പറഞ്ഞു നമ്മളെന്താ പറയുക ഇല്ലെങ്കിൽ നമുക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇരിക്കാം, പക്ഷേ ഇത് എവിടെയോ ഉണ്ട് അല്ലെങ്കിൽ എവിടെ ഉണ്ടാവാമോ എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ, അത് ഭയങ്കര ഒരു വിഷമമുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഏത് രീതിയിലായാലും ഒന്ന് കണ്ടു കിട്ടണേ എന്നുള്ളതാണ് എൻ്റെയും ഒരു പ്രാർത്ഥന. കാരണം എന്താ പറയുക നമ്മുടെ മക്കളെ പോലുള്ള ഒരു മോള് എന്നെ പോലെ ഒരു അമ്മ ഒക്കെ ഉള്ളതല്ലേ. അപ്പോൾ എന്താ പറയുക അതങ്ങനെ വിട്ടു പോണു. അങ്ങനെ ഇന്നലെയും കുറേ ദിവസമായിട്ട് നമ്മൾ ഫുൾ ടൈം ഫോണിലും ടി വിയിൽ ഇത് മാത്രമാണ് നോക്കിയിരിക്കേണ്ടായിരുന്നത്. അങ്ങനെ മഴ കുറയണയൊന്നും കാണാനില്ല കേട്ടോ, മഴ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഇങ്ങേ വശത്ത് കുറച്ച് ഇലകളും കാര്യങ്ങളൊക്കെ പെറുക്കി എടുത്ത് കളഞ്ഞെങ്കിലും ഈ പറഞ്ഞ പോലെ എനിക്ക് ഇങ്ങനെ ശരിക്കും അപ്പുറത്തുനിന്ന് ആ വാഴയുടെ ഇലയും അതും ഇതൊക്കെ പടപടാന്നിങ്ങനെ ആഞ്ഞ് അടിക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. അങ്ങനെ ഞാൻ ഇങ്ങേ വശത്ത് നോക്കിയപ്പോഴാണ് നമ്മുടെ ഫിഷ് ടാങ്ക് കഴുകിയിട്ടുള്ള എല്ലാ സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുകയെന്ന് മാത്രമല്ല, ഞാൻ ചട്ടികളൊക്കെ നോക്കിയപ്പോൾ എല്ലാതും വാടി നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ഡാഡിയോട് പറയായിരുന്നു, ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേ സൈഡിൽ നനച്ചെങ്കിൽ, അപ്പോൾ ഞാൻ സാധാരണ ശനിയാഴ്ച ദിവസമാണ് ഞാൻ നനയ്ക്കാറ്. ഞാൻ ഇന്ന് വെള്ളിയാഴ്ച അപ്പുറത്തെ ഭാഗം അടിക്കാനും ഒതുക്കാനൊക്കെ ആയിട്ട് നിന്നപ്പോൾ അത് ഞാൻ വിട്ടുപോയി. അപ്പോൾ ഇത് ഇവിടെയൊക്കെ ഉണങ്ങി എന്താ പറയുക, പുറത്ത് കണ്ട വലിയ മഴ പെയ്യുമ്പോൾ ഇവരൊക്കെ എന്താ നമ്മൾ പറയില്ലേ നിറച്ച് ആഹാരം അപ്പുറത്തുള്ളപ്പോൾ നമുക്കൊന്നും കഴിക്കാൻ കിട്ടാത്തൊരവസ്ഥ എന്ന് പറയില്ലേ, എനിക്കത് ഭയങ്കര സങ്കടമായിട്ടാണ്. ഞാൻ അപ്പം തന്നെ ഡാഡിയോട് പറഞ്ഞു, ഡാഡി അതൊന്ന് ജസ്റ്റ് ഒന്ന് നനയ്ക്കി, കാരണം അത് കാണുമ്പോൾ ഭയങ്കര വിഷമം, അത് വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമുക്കായാലും ചിന്തിച്ചാലറിയാം, നമ്മളിങ്ങനെ വിശന്ന് ഒന്നും കിട്ടാണ്ടിരിക്കുന്ന അവസ്ഥയിൽ തൊട്ട് മുമ്പിൽ കയ്യെത്തുന്ന ദൂരത്ത് നിറച്ച് ഭക്ഷണം ഇരിക്കുമ്പോൾ നമുക്കതൊരു ഭയങ്കര സങ്കടമല്ലേ. അങ്ങനെ ഞാൻ അവിടെ നിന്നകത്തേക്ക് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളാണ്. അതൊരു തരം വട്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ തമാശയ്ക്കല്ല, ശരിക്കും ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളാണത്. കാരണം നമുക്ക് ചെയ്യാവുന്ന കുഞ്ഞു കാര്യങ്ങളാണ്. ആ ഒരു ചെറിയ അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടില്ല, ഞാൻ അടുത്ത ശനിയാഴ്ച വരെ നോക്കുകയാണെങ്കിൽ വരുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ് ഉണങ്ങിപ്പോയേനെ. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ വശത്ത് നനയ്ക്കുമ്പോൾ ഇതിലും വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും എന്നുള്ളൂ. ഇത് പ്രത്യേകിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ വേര് അടിയിലേക്കാണ് കിടക്കണത്. അപ്പോൾ ഒരു തുണ്ട് വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല, ശരിക്കും നിറച്ചൊഴിച്ചാലേ കാര്യമുള്ളൂ. അങ്ങനെ ഇത് ഞാനപ്പോൾ മഴയത്ത് വന്ന് 2 ഗ്ലാസ് കട്ടൻ വെച്ചു. കട്ടൻ അപ്പോൾ ഇതാ ഷുഗർ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ റസ്ക് എടുത്തു, റസ്ക് അല്ല കുഴലപ്പം 2 എണ്ണം ബാക്കിയുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ റസ്ക് കൊടുത്തു. ഞങ്ങൾ രണ്ടാരും കൂടി ചായ കുടിക്കായിരുന്നു. അപ്പോൾ ഡാഡി ഒരു പൂച്ചുറക്കം ഉറങ്ങിയിട്ടോ ഡാഡി. പിന്നെ ഇനി വേണം ഞങ്ങളുടെ കാര്യങ്ങൾക്ക് ഇരിക്കാനായിട്ട്. കാരണം ഞായറാഴ്ച ഒട്ടും തൊട്ടിട്ടില്ല. ശനിയാഴ്ച ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ബേബി മൈരോടിക്ക് പോയ കാരണം ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് ശേഷം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോഴേക്കും ഓർഡറുകൾ നല്ലോണം എന്താ പറയുക മെസ്സേജുകൾ നിറച്ചപ്പോൾ മെസ്സേജ് വരുമ്പോൾ നമ്മളതിന് റിപ്ലൈ കൊടുക്കുമ്പോഴാണല്ലോ ക്രമേണ അതൊരു ഓർഡറായി മാറുന്നത്. അപ്പോൾ നമ്മളത് റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ അതിന് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചും പറഞ്ഞും കൊണ്ട് നിൽക്കുമ്പോഴാണ് കാര്യമുള്ളൂ. ഇത് ഞാൻ ആ ഉണങ്ങിയ ഇലകൾ മറ്റേ ആ തണ്ട് വെട്ടിയെടുത്തതാണ്. അപ്പം ഞാനത് കൊണ്ടുവന്ന് കൊച്ചു കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ പാച്ചുവിൻ്റെ ഒരു പാലും കുപ്പി ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പാച്ചുവിൻ്റെ ഇടാവോ തോമുൻ്റെ ഇടാവോ. അപ്പോൾ ഇവർ ഇതൊക്കെ കളയാനായിട്ട് കൊണ്ടുവരുമ്പോൾ ഞാനതിൻ്റെ മൂടിയൊക്കെ മാറ്റിയിട്ട് കുപ്പിയായിട്ട് ഞാൻ അങ്ങോട്ട് സൂക്ഷിച്ച് വയ്ക്കും കേട്ടോ. എന്തോ എനിക്ക് ഇങ്ങനത്തെയൊക്കെ കളയാനൊരു ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഈ വെട്ടിയ തണ്ട് മൊത്തം അവിടെ വെച്ചു. അപ്പോഴാണ് ഞാൻ ഓർത്തെ ഇവിടെ ഒരു കള്ളിയും കൂടി എനിക്ക് ഒതുക്കാനുണ്ടല്ലോ. ഇവിടെയൊക്കെ ഞാൻ ഒതുക്കിയെങ്കിലും ഒരു ഏറ്റവും മുകളിലത്തെ കള്ളി ഞാൻ ഒതുക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് ഇതോടുകൂടി അങ്ങോട്ട് ഒതുക്കാം എന്ന് വിചാരിച്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഫസ്റ്റ് ബ്ലൂ ആ കപ്പിൻ്റെ അത് മാത്രം ഞാൻ ഒതുക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കി എല്ലാ ഭാഗവും ഒതുക്കിയെങ്കിലും ഈ ഒരു പോർഷൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം, കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കിയില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് പോലും നമ്മൾ മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അതെടുത്ത് നോക്കിയപ്പോൾ ഇതിൽ നമ്മളുടെ ആൽമണ്ടാണ്. അപ്പോൾ ഞാൻ ആൽമണ്ട് കൊണ്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ എന്താ പറയുക കാണിച്ചു തരാം. അപ്പോൾ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാൻ നോക്കട്ടെ, സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇത് നമ്മുടെ കപ്പലണ്ടി മിഠായി. അപ്പോൾ ഇടയ്ക്ക് ഞാനൊരു കപ്പലണ്ടി മിഠായി എടുക്കും. ഇത് പിന്നെ സോൾട്ടും കൂടി മിക്സ് ചെയ്ത കുക്കീസാണ്, പാച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ അത് തണുപ്പും കൂടി ആകുമ്പോൾ നല്ല ക്രിസ്പാണ്. ഒരു സോൾട്ടും ഷുഗറും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഫ്ലേവറാണ്. നമ്മുടെ നെസ്റ്റോൻ്റെ ഓൺ പ്രൊഡക്ഷനാണ് കേട്ടോ. നല്ല ഓൺ പ്രൊഡക്റ്റാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം.
ഇത് നമ്മുടെ ന്യൂട്രി ബാർ പോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണത്. അപ്പോൾ ഇതൊരെണ്ണം തിന്നു കഴിഞ്ഞാൽ അതിൽ നട്ട്സും പിന്നെ ഫ്ലേക്സ് മറ്റേ സീഡ്സും ഡ്രൈ സീഡ്സ് എല്ലതും അടങ്ങിയിട്ടുള്ളതാണ്, അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അത്. അപ്പോൾ ഇത് നമ്മളുടെ മൗത്ത് ഫ്രഷ്നർ ഞാൻ അന്ന് എക്സിബിഷന് ഞാൻ എപ്പോൾ പോകുമ്പോൾ എക്സിബിഷൻ വരുമ്പോഴാണ് ഇങ്ങനെ വാങ്ങിച്ച് ഇത് കുഞ്ഞു കുപ്പിയാട്ടോ, നിങ്ങളിത് കാണുമ്പോൾ വലിയ കുപ്പിയാന്ന് വിചാരിക്കും, കൊച്ചു കുപ്പിയാട്ടോ. അപ്പോൾ അങ്ങനെ അത് പിന്നെ ഇപ്പോൾ ചീസ് സ്ലൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ആ ചീസ് സ്ലൈസ് ഞാൻ സാധാരണ ഇങ്ങനെ പൊട്ടിച്ചിടുക ചെയ്യുക. അപ്പോൾ പകുതി ഇട്ടിട്ട് പകുതി ഞാൻ ഫ്രീസറിലേക്ക് വെക്കും. അതായത് ഇത് 20 പീസിൻ്റെ തോന്നുന്നുണ്ട്, ഞാൻ 20 സ്ലൈസ് ഇതാ എഴുതിയേക്കണം. അപ്പോൾ 10 സ്ലൈസ് ഞാൻ ഓൾറെഡി ഇതിലിടും, 2 അതിലുണ്ടായിരുന്നു. അങ്ങനെ 12 സ്ലൈസ് അതിലിട്ടിട്ട് ബാക്കി 10 സ്ലൈസ് ഞാൻ ഫ്രീസറിലേക്ക് വെക്കുകയും ചെയ്യുക. പിന്നെ ആവശ്യമുള്ള സമയത്താണ് ഞാനത് എടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാനത് അതിൻ്റെ ബോക്സിലാക്കി. അപ്പോൾ കുട്ടികൾക്കായാലും എടുക്കാനും വെക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ഇത് ബ്രിട്ടാനിയയുടെയാണ് വാങ്ങിയത്, അതിനും ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചീസാണ് ആയിരിക്കുന്നത്. അപ്പോൾ അതിട്ട് പിന്നെ ഈ പൊട്ടിയ ചീസ് ഞാൻ എടുത്തിട്ട് ആ ഒരു നമ്മൾ ഫ്രീസർ ഒതുക്കുമ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഒരു ബോക്സിൽ ഈ ചീസ് ഇടണത്. അപ്പോൾ ഇങ്ങനെയും ചതിയിൽ നിന്ന് എടുത്തിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഈ സ്ലൈസാണ് എടുത്തിട്ട് ഞങ്ങളത് ഉണ്ടാക്കുക. ഈ എന്തുട്ടാണ് പാസ്റ്റയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചീസിൻ്റെ ആവശ്യം വരുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ പകുതി പൊട്ടിച്ച സ്ലൈസുകളൊക്കെ എടുത്തിട്ടാണ് പാസ്റ്റയ്ക്കും പിന്നെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ പൊട്ടറ്റോ ഫ്രൈ ലോഡ്സ് അതിനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതാണ് എടുക്കുക. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ഇത് അവിടെ വെച്ചു. അപ്പോൾ കുട്ടികൾക്ക് ഇനിയിപ്പോൾ പെട്ടെന്ന് ഓടി വന്ന് എടുക്കാനായിട്ട് എളുപ്പമാണ്. അല്ലെങ്കിൽ അത് തുറന്ന് പിടിച്ച് വരുമ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇതിനുള്ള ഈ വലിച്ചു വാരിയിടുന്നത്. ഇതാവുമ്പോൾ അവർക്ക് വലിച്ചു വാരിയിടാനും പറ്റില്ല. അതിൽ നിന്ന് എടുക്കുക, അത് അടച്ച് അവിടെ അതാത് സ്ഥാനങ്ങളിലൊന്ന് വെച്ചാൽ മതി എന്നുള്ളത്. അങ്ങനെ ഞാൻ ഇന്നലെ ബട്ടർ വെച്ചത്. അപ്പോൾ എന്നോടൊരു കുട്ടി പറഞ്ഞു, ആൻറ്റി ഡെലീഷ്യസ് ബട്ടർ അത്ര നല്ലതല്ല, അത് മറ്റേ കേക്ക്സിനൊക്കെയാണ്. അപ്പോൾ ഞാനും ഈ പറഞ്ഞ പോലെ ഞാൻ ആ മോളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇത് ഉപയോഗിക്കുന്നത് അധികം ഭാഗം വല്ല സാൻഡ്വിച്ച് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ബട്ടറിൻ്റെ യൂസുള്ള കറികൾ അങ്ങനത്തേനാണ് ഞാനത് യൂസ് ചെയ്യുക. നമ്മൾക്ക് ഉപയോഗിക്കാനായിട്ട് അമൂലിൻ്റെ ബട്ടറാണ് കേട്ടോ ഞാൻ വാങ്ങിക്കുക. പിന്നെ അമൂലിൻ്റെ ചീസിൻ്റെ സ്പ്രെഡ് വാങ്ങിക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ കണ്ടത് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള ഡേറ്റ്സിൻ്റെ ഷെയ്ക്കാണ്. ഇങ്ങനെ ബോട്ടിലാണ് വരുന്നത് അവിടെ. അപ്പോൾ 4-5 ഫ്ലേവർ ഡൗൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ലതാണ്. തോമുന് ഭയങ്കര ഇഷ്ടമാണ്, ഡിവൈനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അത് വാങ്ങിയതാണ് കേട്ടോ. ഇതിപ്പോൾ മല്ലിയില, പുതിനയില, പിന്നെ തൊട്ടിൻ്റെ ഇല, സ്പ്രിംഗ് ഓണിയൻ, അത് 3ഉം കട്ട് ചെയ്ത് വെച്ചതാണ് മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളിൽ. അത് പിന്നെ പച്ചമുളക്, പിന്നെ എന്തുട്ടാണ് മല്ലിയില, പിന്നെ വേപ്പിലയാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ 3 കൂട്ടം ഒക്കെ ഞാൻ ഒന്ന് നോക്കി എന്തൊക്കെയുണ്ട് ഏതൊക്കെ ഇല്ല എന്ന് നോക്കട്ടെ. അങ്ങനെ അത് പച്ചമുളക് അപ്പോൾ 2 ബോക്സിലുണ്ട്. അപ്പോൾ ഒരെണ്ണതും അത് കഴിഞ്ഞത് വേപ്പില, പിന്നെ ഇഞ്ചി, പച്ചമുളക് അത് വേറെ സെപ്പറേറ്റ് ഞാൻ വെക്കും. അതായത് അത്യാവശ്യം എടുക്കാൻ വേണ്ടി മാത്രം. മറ്റേതൊക്കെ കൂടുതലുള്ളത് ബാക്കിലേക്ക് വെക്കും. നമ്മൾ പറയില്ലേ സ്റ്റോർ ചെയ്യാന്ന് പറയില്ലേ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഇഞ്ചി, പിന്നെ നമ്മളുടെ സവോള ഉണക്കിയത്, അപ്പോൾ ഡ്രൈഡ് ഓണിയൻ. അപ്പോൾ ഇത് ഒന്നിച്ച് ഞാൻ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ക്യാരറ്റ് സ്ലൈസ് ആക്കിയിട്ട് അപ്പോൾ അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇതൊക്കെ ഒതുക്കി. അപ്പോൾ എനിക്കൊരു സമാധാനമായി. കാരണം എല്ലാതും ഒതുക്കിയിട്ട് ഈ ഒരു കള്ളി മാത്രം, അതാണ് അത്യാവശ്യത്തിൽ ഒതുക്കേണ്ട കള്ളി. കാരണം അതിലാണ് പച്ചമുളക്, ഇഞ്ചി, വേപ്പില, മല്ലിയില, പുതിനയില, പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഒക്കെ ഉള്ളത് ഈ ഒരു കള്ളിയിലാണ്. പിന്നെ അതുപോലെ ഈ കപ്പിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോയി കഴിഞ്ഞാൽ സംഭവം പൂക്കില്ലെങ്കിൽ എക്സ്പയറി ആയി കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് രണ്ടാമത്തെ കള്ളി. പച്ചക്കറി ഞാൻ സാധാരണ ഈ കള്ളിയിലെ വയ്ക്കുക. ഞാൻ അതെടുത്ത് മുകളിലേക്ക് വെച്ചു. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് അത് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് ഓടിപ്പോയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനൊന്ന് കള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു കേട്ടോ. കബേർഡ് അല്ല ആ ഒരു ഇത് അങ്ങനെ ഞാൻ ഓരോ ഭാഗം നോക്കിയപ്പോൾ എല്ലാവിടും ഒരുവിധം ക്ലീൻ ആയിട്ടുണ്ട്. ഞാൻ ചെപ്പുകളൊക്കെ മാറ്റി വെച്ച്. അപ്പോൾ മുട്ട ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ ഇനി 2 ട്രേ മുട്ട വാങ്ങിക്കാൻ പറയണം ഡാഡിയോട്. അപ്പോൾ നാളെയെന്ന് പറഞ്ഞാൽ ഇന്നായിരുന്നു. പക്ഷെ ഭയങ്കര മഴയായതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട. കാരണം അതും കൊണ്ട് വരുമ്പോൾ വല്ല കാലിൻ്റെ ഇടയിൽ നിന്ന് സ്കൂട്ടറുമ്പോൾ പോയിട്ട് വരുമ്പോൾ ഡാഡി അധികം ഭാഗം മുട്ട കൊണ്ടുവരാം കേട്ടോ. അങ്ങനെ എൻ്റെ ഫുൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തു. അങ്ങനെ തന്നെ പറയാം. ഇനി ഏറ്റവും അടിയിലുണ്ട് ഏറ്റവും അടിയിൽ കണ്ടില്ലേ, അതിൽ കുറച്ച് ഇങ്ങനെ കേക്കിൻ്റെ ഐറ്റംസാണ്. അപ്പോൾ സ്പ്രിങ്കിൾസും അതും ഇതൊക്കെയുണ്ട്. അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്യണം. എന്നെങ്കിലും എൻ്റെ ഫ്രിഡ്ജ് ഫുൾ ആയി എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അത് ഓരോ കമ്പാർട്ട്മെൻറ്റും നമ്മൾ അപ്പാപ്പം ഒതുക്കി കഴിഞ്ഞാൽ ആ പരിപാടി അവിടെ കഴിയും. അങ്ങനെ അത് കഴിഞ്ഞതേ എൻ്റെ ഈ ഫ്രൈ പാൻ ഇന്നാണ് കേട്ടോ ഡിവൈൻ തുറന്ന് ദോശ ഉണ്ടാക്കിയത്. അങ്ങനെ ഇന്നത്തെ ദിവസം, അതായത് സൺഡേ രാത്രി വരെ ഉള്ള കാര്യങ്ങളാണ് ഇതുവരെ നിങ്ങൾ കണ്ടത്.
അതായത് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ എന്താണ്, ഏതാണ്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയ്ക്കൊരു വീഡിയോ ഇന്ന് ഞാൻ സാധാരണ നിങ്ങൾ രാവിലെയാണ് കാണാറ്. അപ്പോൾ 2 വീഡിയോയ്ക്കുള്ളത് ഉണ്ടായതുകൊണ്ടാണ് ഞാനത് ഒറ്റ വീഡിയോ ആയിട്ട് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇവർ പോയി വരാൻ കുറേ ലേറ്റായിട്ട് 9:45 ആയി തോന്നുന്നുണ്ട് വരുമ്പോൾ. അപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ ഞാൻ എടുത്തപ്പോൾ ഉള്ള ചിരിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ മറ്റേ വോളി ഇട്ടിട്ടുണ്ടായിരുന്നു. ഡാഡി അത് മോശമാട്ടോ ചാക്കോച്ച. മമ്മി ഡാഡി മമ്മി ഡാഡി ഒരു ഗിയർ കൂടുതലാ. അയ്യോ പാച്ചു ഓച്ചു അവളെ കുറിച്ച് വലിയ രീതിയിൽ പറയണ്ട. ഡാഡി മമ്മി ഇതിന് രണ്ടുപേരും പാച്ചുവിനെ മാത്രം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൂ. പാച്ചു ടോമു അപ്പാ ഡോനു ഡാന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തോമു നേരത്തോടെ കിടന്നുറങ്ങി. അവിടുന്ന് വരുമ്പോഴേ ഉറങ്ങിയിട്ടാണ് വന്നത്. കാരണം അത്രയും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ശരിക്ക് വൈകിട്ട് ഈവനിങ് സ്നാക്കായിട്ട് എടുക്കാനാണ് ശരിക്കും ബണ്ണും ഈ പാറ്റിയും സംഭവമൊക്കെ വാങ്ങിച്ച് ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് അവിടെ വെച്ചപ്പോൾ രാത്രി വന്നപ്പോൾ അത് മതി എന്ന് പറഞ്ഞിട്ട് അത് ഓരോന്ന് കഴിച്ചിട്ടാണ് കിടന്നത് കേട്ടോ. അങ്ങനെ മണി 10:30. അപ്പോഴാണ് ഡിവൈൻ വന്ന് പറയണത്, മമ്മി എനിക്ക് വീഡിയോ എടുത്തരുമെന്ന്. സാധാരണ ഡിമ്പിളാണല്ലോ എടുത്തു കൊടുക്കാറ്. അപ്പോൾ അതിനെന്താ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഡാഡി മോളുമായിട്ടുള്ള നിങ്ങൾ ഇന്ന് കണ്ടില്ലേ വീഡിയോ, ഇന്ന് കണ്ടില്ലേ ഓർണമെൻറ്റ്സിൻ്റെ ആ വീഡിയോസ് ഞാൻ എടുക്കാനായിട്ട് അവിടെ ഇരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ഒതുക്കിയിട്ട് ഞാൻ കിടന്നത് കേട്ടോ. അപ്പോഴേക്കും ഒരുവിധം വൈകി. എന്നാലും സാധാരണ വൈകണേ അത്രയൊന്നും വൈകിയില്ല കേട്ടോ. കണ്ടോ മണി 10:45 അല്ല തുടങ്ങാൻ പോകണുള്ളൂ. ശരിക്കും 11:30 തോന്നുന്നുണ്ട് കഴിയുമ്പോൾ. എന്നാലും വലിയ താമസമില്ലാണ്ട് അതങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നലത്തെ ഒരു ദിവസം നല്ല ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ സാധാരണ പറയണ പോലെ നല്ലൊരു ദിവസം ആശംസിക്കണില്ല. കാരണം പിന്നാലെ ഞാൻ ഇന്നത്തെ വിശേഷം കൂടി പറയുകയാണ്. ഇന്നത്തേന്ന് പറയുമ്പോൾ തിങ്കളാഴ്ചയിലത്തെ വിശേഷം. അങ്ങനെ തിങ്കളാഴ്ച രാവിലെ നേരത്തോടെ എണീറ്റു. അപ്പോൾ ഇന്ന് സ്കൂളിൽ പോകാനായിട്ടുള്ള ഒരുങ്ങുണ്ടെങ്കിലും തോമൂട്ടൻ മാത്രമേ പോകണുള്ളൂ. ചാക്കോച്ചൻ അല്ല പാച്ചുട്ടൻ ഇന്നില്ല. അപ്പോൾ ഇന്ന് തോമു അപ്പയുടെ കൂടെയാണ് ഇന്ന് സ്കൂളിൽ പോണത്. ഒരു വാശി, അവനിന്ന് അപ്പയുടെ കൂടെ പോകണം, ബുള്ളറ്റുമ്പോൾ പോവാം, ബൈക്കുമ്പോൾ പോകണം. അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ അപ്പതേ അവനെയും കൊണ്ട് പോവാം. കാരണം പാച്ചു ഇല്ലല്ലോ. അപ്പോൾ അവന് പോകാനായിട്ട് കാലത്തോട്ട് തന്നെ കുറച്ച് കിടികിടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇറങ്ങി. പിന്നെ മിണ്ടണേന് ചെറുതായിട്ട് ഒന്ന് കരയും. കാരണം ഒന്ന് പറ്റിയെങ്കിലോ ഒന്ന് പോവാണ്ടിരിക്കാൻ പറ്റിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഡിവൈൻ പറഞ്ഞു അങ്ങനത്തെ ഒരു സംഭവമേ നീ വിചാരിക്കേണ്ട, പോവുക തന്നെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അപ്പയുടെ കൂടെ ബൈക്കിൻ്റെ ചാവിയും കൊണ്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവന് തിരക്ക് കൂടി. അപ്പം ഞാൻ കളിയാക്കാറുണ്ട് ആദ്യം അപ്പ സ്കൂൾ കുട്ടി ആവട്ടെ എന്നിട്ട് നിന്നെ കൊണ്ടൊക്കെ. അങ്ങനെ ഡിവൈൻ്റെ ഗേറ്റ് തുറക്കാനായിട്ട് നിന്നു. അപ്പോൾ കുറച്ച് നേരമൊക്കെ എന്താ പറയുക ഓരോ എക്സ്ക്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് അവൻ പോയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. മിടുക്കനായിട്ട് പോയിട്ട് വന്നു. അപ്പോൾ ഇവൻ പോയതിന് ശേഷമാണ് ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ആവശ്യത്തിലിരുന്നത്. ഇന്ന് എനിക്ക് അരുണാട്ടുകരയിൽ ഒരു മരണത്തിൻ്റെ ആവശ്യത്തിന് പോകേണ്ടതുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. രാവിലെ എണീറ്റപ്പോൾ നല്ല മഴയും ഇതൊക്കെ ആയ കാരണം ഞാൻ വിചാരിച്ചു ഇല്ല കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. പോകണമെന്ന് മനസ്സിലുണ്ടായിരുന്നു, പക്ഷേ പോകാൻ പറ്റിയില്ല. അപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയല്ലേ, നമ്മൾ പോകണമെന്ന് വിചാരിച്ചാലും നടക്കില്ലല്ലോ. അപ്പോൾ അതുപോലെ ഇന്നത് നടന്നില്ല. അപ്പോൾ അത് സാരമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് നമ്മളുടെ പിന്നെ യാത്രയാക്കാൻ നിൽക്കണം. അപ്പോൾ എനിക്ക് പാച്ചുവിനെയാണ് ഓർമ്മ വന്നത്. കാരണം രണ്ടാളെയും കൂടി ഒന്നിച്ചാണല്ലോ, നിങ്ങൾക്കും അറിയാമല്ലോ, രണ്ടാളെയും കൂടി ഒന്നിച്ചാണ് നമ്മൾ യാത്രയാക്കാറ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അത് ഒരാഴ്ച പാച്ചു ഉണ്ടായിരുന്നില്ല, തോമ ഒറ്റയ്ക്കാണ് പോയത്. ഇപ്പോൾ 2 ദിവസം ശരിക്ക് ഇന്നിപ്പോൾ അവൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വിശേഷം നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ 1-2 ചേച്ചിമാരുണ്ട്. ആ ചേച്ചിമാർ വരും. 1-2 ഒരാൾ തന്നെ പല ഫേക്ക് ഐ ഡി വെച്ചിട്ട് വരണതാണ്. വന്നിട്ട് പറയും എന്തേ വന്നില്ല. അപ്പോൾ ഇന്നലെ തന്നെ തോമു പാച്ചുവിനെ കാണാണ്ട് കരയണമെന്ന് പറഞ്ഞപ്പോൾ നീ കരയണ്ടടാ, ഇപ്പോൾ വരും, അവളൊന്നും അവിടെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞു.
അവരവിടെ നിൽക്കണോ ഇവിടെ നിൽക്കണോ എന്നൊക്കെ ഞാനും ആൻസൻ്റെ വീട്ടുകാരും തീരുമാനിച്ചാൽ പോരെ. ഈ കുട്ടിയെ എന്തിനാ ഇങ്ങനെ കിടന്ന് ഓടി നടന്ന് വിശേഷങ്ങൾ അറിയണേന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ഒരു എന്താ പറയുക സ്വഭാവം അതാണെങ്കിൽ നമ്മൾക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റില്ല. കാരണം നമ്മളുടെ വീട്ടിൽ എന്ത് നടക്കണമെന്നല്ല, മറ്റുള്ളവരുടെ വീട്ടിൽ എന്ത് നടന്നിട്ടുണ്ടാവും എന്നുള്ള ചിന്തയാണ് ഇങ്ങനെയുള്ള കുറേ പേർക്ക്. അല്ലാണ്ട് നമ്മളുടെ വീട്ടിൽ ഇനി ഇങ്ങനെ ഉണ്ടാവുമോ, അല്ലെങ്കിൽ നമ്മൾ എന്തിനാ അത് അന്വേഷിക്കണം, അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല കേട്ടോ. അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അതിലൊരെണ്ണമാണ് ഇപ്പോൾ ഈ ഞാൻ പറയുന്ന ഈ സംഭവം. ഈ പറയുന്ന ആൾക്ക് അറിയാം, കേൾക്കുന്ന ആൾക്കറിയാം ആരാണ് ഈ ആൾ എന്നുള്ളത്. പിന്നെ ഞാൻ എപ്പോഴും പറയാം, എൻ്റെ കുട്ടികളും പറയണ പോലെ 58,000 പേര് ഉണ്ട് സബ്സ്ക്രൈബേഴ്സായിട്ട്, 58+ ആണ്. അത്രയും പേരിൽ ഈ 1-2 പേരല്ലേ ഈ കിടന്ന് പറയണത്. അവരങ്ങടാ നിന്ന് പറഞ്ഞോട്ടെ, അവരുടെ ഒരു സന്തോഷമല്ലേ എന്ന് പറയണ പോലെ ഞാനും വിചാരിക്കും. പക്ഷെ ചില സമയത്ത് നമുക്ക് സന്തോഷമല്ല, ദേഷ്യം നന്നായിട്ട് വരും. പക്ഷെ കൺട്രോൾ ചെയ്യും. എന്താ കാര്യം, ആരോടെ ഈ ദേഷ്യപ്പെടണേ? നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് നമുക്ക് വല്ല അസുഖം വരാമെന്നല്ലാണ്ട് എന്ത് കാര്യം. അപ്പോൾ ഇന്നത്തെ ദിവസം മുഴുവൻ മഴയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നാളെ ചൊവ്വാഴ്ച സ്കൂളുകൾക്കൊക്കെ അവധിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്നിട്ട് തമാശ പറയും, ഇന്ന് മഴ പെയ്തു, നാളെ അവധി പ്രഖ്യാപിക്കണ ദിവസവും നല്ല വെയിൽ എന്ന് പറയും കേട്ടോ. പക്ഷെ അതങ്ങനെയല്ലല്ലോ, സാധാരണ അങ്ങനെയാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നല്ല മഴ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്നത്തെ ദിവസം നോക്കിയറിയാം. ഞാൻ എപ്പോൾ എടുക്കുമ്പോഴും മഴയാണ്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് വോയിസ് ഓവറൊന്നും കൊടുക്കാണ്ട് എടുക്കാമെന്ന്. പക്ഷേ ഒരു രക്ഷയില്ല, ഡ്രസ്സുമ്മ മണ പടപടാന്നുള്ള ഒച്ച കാരണം മഴ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക്. അങ്ങനെ ദേ ഒരു 11 മണിയായപ്പോൾ ഞാൻ ചായ വെച്ചു. ഞാനും ഡിവൈനും ഡിമ്പിളല്ല, ഞാനും ഡിവൈനും ഡാഡിയും ചായ കുടിച്ചു. അത് കഴിഞ്ഞ് ദേ തോമുട്ടൻ വന്നു കേട്ടോ. തോമുട്ടൻ്റെ ഡാഡിയാണ് പോയി കൊണ്ടുവന്നത്. അങ്ങനെ ദേ തോമുട്ടൻ വന്നു, മിടുക്കനായിട്ട് വന്നു. അങ്ങനെ അവൻ്റെ കാര്യങ്ങൾ അവനെങ്ങനെയാണെന്ന് വെച്ചാൽ വരുമ്പോൾ ഒരു സർപ്രൈസ് വേണം, എന്തെങ്കിലും ഒരു സർപ്രൈസ് വേണം എന്നാണ് ഇപ്പോൾ എപ്പോഴും എന്തെങ്കിലും ഒരു സർപ്രൈസായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയാണ്. എന്താണ് എനിക്കുള്ള സർപ്രൈസ് ഇന്നെന്നാണ് ചോദ്യം കേട്ടോ അവൻ്റെ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയിലത്തെ ഊണിനിരുന്നു. അപ്പോൾ ഞാനും ഡാഡിയാണ് കഴിച്ചത്. ഡിവൈൻ ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഡിമ്പിൾ പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പിന്നേക്ക് വെക്കേണ്ട. അപ്പോൾ ഇത് മീൻ കറിയാണ് കേട്ടോ, നല്ല മീൻ കറി. നിങ്ങൾ വിചാരിക്കും ഈ ആൻറ്റിക്ക് എന്താ വല്ല വട്ടുണ്ടോ എന്ന്. ഇന്നലെ സത്യം പറഞ്ഞാൽ നെസ്റ്റോയിൽ പോയപ്പോൾ അവിടെ മീൻ കറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിയതാണ്, ഒരു ഒറ്റ ആൾക്ക് കഴിക്കാവുന്ന അത്രയേ വാങ്ങിയുള്ളൂ ഞാൻ. 40 എത്ര രൂപ, ഒരു വലിയൊരു പീസും ഒരു കറി. ഞാനും ഡാഡിയും കൂടി അത് കൂട്ടിയിട്ട് എന്തോ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അത് പറയാണ്ടിരിക്കാൻ വയ്യ. നമ്മളുടെ വീട്ടിൽ നമ്മുടെ അമ്മയൊക്കെ വയ്ക്കും മീൻകറി, അല്ലെങ്കിൽ നമ്മുടെ നെല്ലൂന്ത അമ്മച്ചി, ഇപ്പം അക്കി അങ്ങനെ വയ്ക്കും കേട്ടോ. പിന്നെ എൻ്റെ മരിച്ചുപോയ ചേച്ചിയൊക്കെ ഇങ്ങനെ വയ്ക്കുക മീൻകറി. അപ്പോൾ എനിക്കത് കണ്ട വഴിക്ക് എനിക്ക് അതിൻ്റെ ആ മണം വന്നപ്പോൾ ഞാൻ ഡാഡിയോട് പറഞ്ഞു, അപ്പോൾ ഡാഡിക്ക് എന്തോ ഇഷ്ടമുണ്ട് തോന്നിട്ട് വാങ്ങിക്കണത്. അപ്പോൾ ഡാഡി പറഞ്ഞു എന്തായാലും ഒരു വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ദേരിക്കും ഇവിടെ ഡിമ്പിൾ ഫാമിലി വന്നു. അപ്പോൾ ഡിമ്പിൾ ഇപ്രാവശ്യം വന്നത് നമ്മുടെ മാത്തൻ്റെ കൂടെ. നിങ്ങൾക്കറിയാം മാത്തനെയും ലവ്യനെയും എപ്പോഴും പറഞ്ഞ് ഡിമ്പിളും പറഞ്ഞിട്ട് അറിയാം. അപ്പോൾ മാത്തൻ്റെ കൂടെയാണ് വന്നത്. അപ്പോൾ മാത്തൻ്റെ പെങ്ങളുടെ മക്കളാണ് കേട്ടോ ഇവർ, ജിസയുടെ മക്കൾ. മാത്തൻ്റെ 2 പെങ്ങന്മാരാണ്, ജിസയും ജീനിയും. ജിസയുടെ മക്കൾ ഇവർ കാനഡയിലാണ്. അപ്പോൾ പിള്ളേർസ് ഒറ്റയ്ക്ക് വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിക്കണതാണ്. അപ്പോൾ അവർക്ക് വന്നപ്പോൾ അവരുടെ കൂടെയായിരുന്നു ഇത്രയും 2 ദിവസം പാച്ചു. സാറ്റർഡേ സൺഡേ ഫുൾ ഡേ അവരുടെ കൂടെയായിരുന്നു എന്ന്. അപ്പോൾ ഇന്ന് അവരുടെ കൂടെ തന്നെ ഇറങ്ങിയത്. അപ്പോൾ അവർ പർച്ചേസിങ്ങിന് പോണ വഴിക്ക് ഡിമ്പിളും പാച്ചും ഇവിടെ ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങൾ മോളെ കാണുമ്പോൾ പറയായിരുന്നു ഡിമ്പിളിൻ്റെ ചെറുപ്പം ഇതുപോലെയായിരുന്നു, പൊരുത്തം ചെയ്യുമ്പോൾ ഇതുപോലെയായിരുന്നു, ഡ്രസ്സിങ്ങും മുടിയും ഒക്കെ ഇതുപോലെ തന്നെയായിരുന്നു, തടിയും ഒക്കെ ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഡിമ്പിളും പറയായിരുന്നു എനിക്ക് ഈ മോളെ കണ്ടപ്പോൾ എനിക്ക് തോന്നി മമ്മി എൻ്റെ ചെറുപ്പം പോലെ തോന്നി എനിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നു. അപ്പോൾ ഇത് സിസി ആൻറ്റിയാണ്, പപ്പയുടെ ചേട്ടൻ്റെ ഭാര്യയാണ് കേട്ടോ. ഭാര്യയും മാത്തനെ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, മാത്തനും കുട്ടികളുമാണ്. അപ്പോൾ അവർ പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ എന്തായാലും തൃശ്ശൂർക്കല്ല, എന്നാൽ പിന്നെ ഡിമ്പിളും ആ കൂട്ടത്തിൽ പോരാന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അവിടെ പപ്പയും ആൻസണൊക്കെ എന്തൊക്കെയോ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഇത്തിരി തിരക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ബോട്ടും സംഭവമൊക്കെ ആയതുകൊണ്ട് ഈ ഇറക്കേണ്ട തിരക്കും പണികളും അങ്ങനെയുള്ള സമയം മാത്തനും ഉണ്ട് കേട്ടോ. ബോട്ടും ബിസിനസ്സൊക്കെ മാത്തനും അത് തന്നെയാണ്. അതുകൊണ്ട് മാത്രം വേഗം പോകണമെന്ന് പറഞ്ഞിട്ട് മുള്ളുമ്മയാണ് നിൽക്കണ്ടായിരുന്നെ. അപ്പോൾ ഡിമ്പിൾ പറയായിരുന്നു എന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചൊക്കെ ഞാനും കുട്ടികളും കൂടിയിട്ട് അടിച്ച് പൊളിച്ച് നിന്നേനെ. അവർ 50 ദിവസത്തേക്കാണ് അങ്ങോട്ട് വന്നേക്കണേ, കുറച്ചധികം ദിവസം ഉണ്ട് നാട്ടിൽ. അപ്പോൾ പെരുന്നാളാണ് അടുത്ത ആഴ്ച. അപ്പോൾ ഡിമ്പിൾ 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും പോവും. അപ്പോൾ ഇവരിങ്ങനെ വന്നപ്പോൾ കൂടെ വന്നു. 2 ദിവസം ഇനിയിപ്പോൾ ക്ലാസ്സിൽ പോയിട്ട് വീണ്ടും തിരിച്ചു പോകാമല്ലോ, ഇനി അവനായാലും ഒരു മടിയും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ
അപ്പോൾ എനിക്ക് കുട്ടികളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചാൽ ആൻസൻ്റെയും ഡിമ്പിളിൻ്റെയും കല്യാണത്തിൻ്റെ സമയത്ത് ഈ മൂത്ത മോളൊക്കെ ചെറിയ കുട്ടികളായിരുന്നു, പൊന്നു എന്ന് വിളിക്കുക, കുഞ്ഞു കുട്ടിയായിരുന്നു. നല്ല മിടുക്കത്തി കലകലകലാന്ന് സംസാരിക്കുന്ന ഒരു മോളായിരുന്നു. മറ്റേ കുട്ടികൾ അതിനേക്കാളും കുഞ്ഞു കുഞ്ഞു മക്കൾ, അവരൊക്കെ വലുതായി ഇതുപോലെ ആയി എന്ന് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ ഫേസ്ബുക്കിൽ കൂടെ കാണും, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യും എന്നല്ലാണ്ട് നേരിട്ട് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. അപ്പോൾ സിസി ആൻറ്റി യാത്രയൊക്കെ പറഞ്ഞ് പോവാണ്. അപ്പോൾ ഇവർ തൊട്ടടുത്താണ് കേട്ടോ, പപ്പയും ഇവരൊക്കെ അടുത്തടുത്താണ് വീടുകൾ. അതുകൊണ്ട് തന്നെ ഭയങ്കര ഐക്യമാണ് എല്ലാവരും. അത് ചേട്ടനനിയന്മാരും ഒരു പെങ്ങളേ ഉള്ളൂ, എല്ലാവരും നല്ല ഐക്യത്തിലുള്ള ഒരു ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാനിവിടെ പറയും നമ്മൾക്കൊന്നും സങ്കല്പിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ചേട്ടനനിയന്മാരൊക്കെ ദൂരെ താമസിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരാളെ അവിടുത്തെ ഒരാൾ കൊണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്കൊന്നും അങ്ങനെ ചില ഫാമിലികൾ അങ്ങനെ പറ്റില്ല. ഒക്കെ അകലൊക്കെ ആകുമ്പോൾ ഒരു ബന്ധം ഉണ്ടാവില്ല. ഇതങ്ങനെയല്ല, എപ്പോഴും എന്താ പറയുക, അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടലും കൊണ്ടാക്കലും നിൽക്കലും ഇരിക്കലൊക്കെ അങ്ങനത്തെ ഒരു ബന്ധമാണ് കേട്ടോ. അത് പപ്പയുടെ വീട്ടിലായാലും അതെ, മമ്മിയുടെ വീട്ടിലായാലും. മമ്മിയുടെ പിന്നെ കസിൻസ് ഒന്നും നാട്ടിലില്ല, മമ്മി മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ലില്ലി ആൻറ്റിയും കൂടി ഉള്ളൂ നാട്ടിൽ, വേറെ എല്ലാവരും പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും അവരുടെ കൂട്ടായ്മ കാണുമ്പോൾ കേട്ടോ. അങ്ങനെ അവർ പോയി. അപ്പോൾ അവർക്കറിയാം ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ നമ്മൾ ഈ പറമ്പിൻ്റെ അവിടെ എത്തുമ്പോഴാണ് പതുക്കെ ടാറ്റ പറയുക. അപ്പോൾ അതുകൊണ്ട് മാത്തൻ വണ്ടി പതുക്കെ ഇങ്ങനെ എടുത്തിട്ട് എല്ലാവരും ഇവിടെ നിന്ന് ഇതേ ടാറ്റ പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോയിട്ട്, അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ നമ്മൾ ഇന്നലെ മാംഗോൻ്റെ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് കൊടുത്തു. ഒരു ടീമിന് 2 കുട്ടികൾ ഒന്നും കഴിക്കില്ല, അതുകൊണ്ട് അവർക്ക് ഒരു ആൻറ്റിക്കൊക്കെ ചായയും മറ്റവർക്ക് ഐസ്ക്രീമൊക്കെ കൊടുത്ത് എനിക്കും ഭയങ്കര സന്തോഷമായി. കുട്ടികൾ ഓർക്കാപ്പുറത്ത് വന്നത് അവർ, അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം കുഞ്ഞിലെ കണ്ടിട്ടുള്ളതല്ലേ മക്കളെ. അങ്ങനെ 5:15 അവർ പോകുമ്പോൾ 5:15 അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ 2-3 ദിവസത്തെ കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിലാണ്. അപ്പോൾ നടയപ്പുറം നോക്കിയ സമയം 6:15 ആയിട്ടുള്ളൂ. പക്ഷേ ഇരുട്ടായി, ഭയങ്കരമായിട്ട് ഇരുട്ടാവും. ഡാഡിയാന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് പോയതാണ്. ഇവർ വരുമ്പോൾ ഡാഡി ഇല്ല, ഡിംപിളും മോനും വരുമ്പോൾ ഡാഡി ഇവിടെ ഉണ്ടായിരുന്നില്ല. ഡാഡി നനഞ്ഞ് കുളിച്ച് എന്താ പറയുക, ഒരു പുതിയ ഒരു ഷോപ്പ് എന്തോ സ്റ്റാർട്ട് ചെയ്യണതിന് സാധനങ്ങൾ കൊടുക്കാനൊക്കെ ആയിട്ട് പോയതാണ്. പക്ഷെ നനഞ്ഞ് ചീഞ്ഞിട്ടാട്ടോ ഡാഡി വന്നത്. കാരണം ഇത്രയും മഴയത്ത്, കാരണം വണ്ടി എവിടെയെങ്കിലും ഇട്ടിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകണമല്ലോ. അങ്ങനെ ആകെ കുടിച്ച് വല്ലാണ്ടായിട്ടാണ് വന്നത്. അങ്ങനെ ഡാഡിയുടെ വരവ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഈ കുറേ പെൻഡിങ്ങിൽ. അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ വേറെ ഒന്നും തോന്നരുത്, ആൻറ്റി ഇത്തിരി ബിസി ആയിരുന്നു, അതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മെസ്സേജുകൾ തരാൻ ലേറ്റായത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ രാത്രിയിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നിന്നു. പട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, അതിന് നിന്നു. പിന്നെ കുറേ തുണികൾ മടക്കാണ്ടായിരുന്നു, അതിന് നിന്നു. എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ രാത്രി 10:30 ആയിന്ന് തോന്നുന്നുണ്ട് ഫുഡ് കഴിക്കുമ്പോൾ. എന്നിട്ട് ഡോൺ പോയേക്കുക പുറത്തേക്ക്. ഒരു കസ്റ്റമർ ഇതെപ്പോൾ വരുന്നു പറഞ്ഞപ്പോൾ ഡോൺ അതിന് വേണ്ടി പുറത്ത് പോയേക്കുക. ഞാൻ അവനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ സമയം എനിക്ക് തോന്നുന്നു സമയം 12 അവൻ വന്നിട്ടില്ല അതുവരെ. അപ്പോൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു ഈ പണി അങ്ങോട്ട് കഴിച്ച് വെക്കാമല്ലോ എന്ന്. അങ്ങനെ നിങ്ങൾ 2 ദിവസം എൻ്റെ കൂടെ നെസ്റ്റോയിൽ വന്ന് അടിച്ച് പൊളിച്ചില്ലേ. അപ്പോൾ കുറേ പേര് പറഞ്ഞു കേട്ടോ, ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും ആൻറ്റിയുടെ ഈ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഒരു വശത്ത് പറയുകയാണെങ്കിൽ, മറുവശത്ത് കുറേ പേര് പറഞ്ഞു നിങ്ങൾ എന്താ ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കണേ, ഇങ്ങനെയാണോ നിങ്ങൾ ഹെൽത്തി അല്ലാത്ത ഫുഡ് എന്നൊക്കെ പറഞ്ഞു. നമ്മളെന്നും ഇങ്ങനത്തെ എല്ലാം ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കൊണ്ടാണ്. എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ മറച്ച് വെച്ചിട്ട് കാണിക്കാം, പക്ഷേ അതൊരു അഭിനയമാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെന്താണോ ചെയ്യുന്നത് അത് നിങ്ങളെ കാണിക്കുന്നു. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാം, അല്ലാത്തത് തള്ളിക്കളയാം, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പിന്നെ ഓരോരുത്തരുടെ ആരോഗ്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളെക്കാൾ എനിക്കുണ്ടാവില്ല ഇല്ലേ. എൻ്റെ ആരോഗ്യം ഞാനാണ് നോക്കുക, അത് നോക്കിയില്ലെങ്കിൽ ഞാൻ അനുഭവിക്കും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പരസ്പരം ഒരാളെയും പഴി ചാരാണ്ടിരിക്കുക. കാരണം നമ്മളാരും പെർഫെക്റ്റ് അല്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളിതൊന്നും കാണിക്കാണ്ട് ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. നമ്മളിത് കാണിക്കുന്നത് കൊണ്ടും പറയുന്നത് കൊണ്ടുമാണ് നിങ്ങൾ അറിയണത്, അല്ലെങ്കിൽ നിങ്ങളിതൊന്നും അറിയാൻ പോണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നെഗറ്റീവ് കമൻറ്റ്സ് ഒഴിവാക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷം. കുറച്ച് നീണ്ടുപോയി വീഡിയോ എന്നറിയാം, എന്നാലും സാരമില്ല. നിങ്ങളൊക്കെ കാണുന്നേക്കാൾ കൂടുതൽ കേൾക്കില്ലേ ചെയ്യണം. അപ്പോൾ എൻ്റെ 2 ദിവസത്തെ വിശേഷങ്ങൾ കേട്ടില്ലേ, ബാക്കി വിശേഷമായിട്ട് ഞാൻ നാളെ വരാം കേട്ടോ. അതുവരയ്ക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മാസാവസാനമായി എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈ.